Assalamu alaikum everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ എൻ്റെ കുറേ പ്രോഡക്റ്റ്സ് ഞാൻ അയക്കാന്ന് വാങ്ങിയത് അവിടെ പുരയിലുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് ഷോർട്സ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ഹാൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ ഞാൻ അതും കൂടി ചെയ്യാം. അതിനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. നമ്മളെ പുരൻ്റെ അടുത്ത് ഒരു ഗിഫ്റ്റ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് ചെറിയ സാധനങ്ങൾ വീങ്ങാണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ അതും ഇൻക്ലൂഡ് ഞാൻ പിന്നെ ഐക്കേൻ്റെ വാങ്ങിച്ച പ്രോഡക്ട്സും നിങ്ങൾക്ക് എല്ലാം ഷോപ്പിംഗ് ഹാളുകളായിട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ കൂടി കാണിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിക്ക് കുറേ പറഞ്ഞതാക്കുന്നില്ല, എനിക്ക് ഓൾറെഡി ടൈം ലേറ്റ് ആയിട്ടുണ്ട്. സോ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്ന ഗിഫ്റ്റ് സെൻറ്റർ എൻ്റെ നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ അറൗണ്ട് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 2-3 ഉണ്ട്. അതിൽ ഞാനിപ്പോൾ ലൈക്ക് തേടുന്ന സാധനം എവിടെ കിട്ടുന്ന അവിടുന്ന് പെട്ടെന്ന് നീങ്ങിയിട്ട് വരാം. ഓക്കെ, ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് സെൻറ്ററിൻ്റെ അടുത്തെത്തി. സമ അൽ ഖലീജ്. ഓക്കെ, നമ്മളവിടെ എത്തി. പെട്ടെന്ന് പോയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് വരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പുറത്തുനിന്ന് ഒരു സ്നാക്സ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഒരു ക്യാരറ്റ് പോളോ എൻ്റെ തമ്മിക്കൊരു കട്ട്ലറ്റ് കൊണ്ടുവന്ന്. അതുകൊണ്ട് വെച്ച് ചായ ഞാൻ ഇന്ന് പുറൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ചായ. അപ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് നല്ല തളിച്ച ചായയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ തിളപ്പിച്ച് ചായ ഉണ്ടാക്കും. ഹലോ, അപ്പോൾ ഞാൻ പുറക്കെത്തി. സോ എനിക്ക് വേണ്ട സാധനമെല്ലാം ഞാൻ മേങ്ങിയിട്ട് വന്ന് നമുക്ക് പെട്ടെന്ന് അയക്കേണ്ടത് അൺബോക്സ് ചെയ്യാനുണ്ട്. കാരണം ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ എനിക്ക് അൺബോക്സ് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ നോക്കാൻ പോയ സാധനം എല്ലാം കിട്ടിയിട്ടാണ്. എനിക്ക് മെയിൻലി വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിലായിരുന്നു, അതെനിക്ക് കിട്ടി. അപ്പോൾ അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. ബട്ട് എനിക്ക് വേണ്ട ഫ്ലേവർ കിട്ടിയിട്ട് അതുകൊണ്ട് റാൻഡംലി ഞാൻ 2 ഫ്ലേവർ എടുത്തുകൊണ്ട് വന്നു. ഒന്ന് കോഫി, പിന്നെ ഒന്ന് കോട്ടൺ ഫ്ലേവർ. അതിലെനിക്ക് കോഫിൻ്റെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് കോപ്പിക്കോ ചോക്ലേറ്റ് ഇല്ല, അതിൻ്റെ ഒരു സ്മെല്ല് എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതിനെ ഞാൻ വാഷ്റൂമിൽ വെച്ച് ഞാൻ 3 വാങ്ങണമെന്നാണ് വിചാരിച്ചത്. ബട്ട് അവിടെ നല്ല എനിക്ക് വേണ്ട ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 വാങ്ങി. ഒന്ന് ഞാൻ വാഷ്റൂമിൽ വെച്ച്, ഒന്ന് ഞാൻ എൻട്രൻസിൽ വെച്ച്. അപ്പോൾ എൻട്രൻസിൽ വെച്ച ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഫ്ലേവർ ഇറ്റ്സ് പാമോക്ക് കോട്ടൺ. അപ്പോൾ ഇതെനിക്ക് കുഴപ്പമില്ല, ഓക്കെ, മൈൽഡ് ഒരു സ്മെല്ലാണ്, നല്ലുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഫ്രാഗ്രൻസ് ഓയിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഇത് വരുന്നത്. ഐ തിങ്ക് 10 dirhams, ഇതിന് 9.99 എങ്ങനെ വരുന്നത്. റിയലി വർത്ത്. നല്ല സ്മെല്ല് നല്ലോണം നിൽക്കും. വാഷ്റൂമിലെല്ലാം വെച്ചെങ്കിൽ നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആവും അതിൻ്റെ ഇത്. ആൻഡ് ഇത് ഇപ്പോൾ ഈ ചെറിയ ബോട്ടിൽ എടുത്തെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ 2 to 3 weeks, അല്ലെങ്കിൽ 4 weeks, 1 month നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഓയിൽ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലൊറേവ. ഇത് എല്ലായിടത്തും എല്ലാ ഗിഫ്റ്റ് സെൻറ്റേഴ്സിലും നിങ്ങൾക്ക് കിട്ടും. അവിടെ നിങ്ങൾക്ക് നല്ല ഫ്ലേവേഴ്സ് കിട്ടുന്ന അവിടെ നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ ഇഫ് യു ആർ പ്ലാനിങ് ടു ബൈ വൺ, ഞാൻ നിങ്ങൾക്ക് 3 ഫ്ലേവേഴ്സ് സജസ്റ്റ് ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് 3 ഫ്ലേവേഴ്സ്. വൺ ഇസ് ആംബർ, സെക്കൻഡ് വൺ സ്നോ ഡ്രോപ്പ്, തേർഡ് വൺ ലാവൻഡർ. ഈ 3 എനിക്ക് നല്ല സ്മെല്ലുണ്ട്. ഐ ലൈക്ക് ദ സ്മെൽ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് അയക്കാൻ്റെ സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്.
അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് അത്ര കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സാധനം. ഇത് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ കണ്ടിട്ട് എനിക്കിത് എപ്പോഴും മീങ്ങണോ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിന്. അപ്പോൾ ഫൈനലി ഐ ഗോട്ട് ദിസ്. ഇങ്ങനത്തെ ഒരു ചപ്പാത്തിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ ഡോ ആക്കാനുള്ള ഇങ്ങനത്തെ ഒരു ബൗൾ എനിക്ക് ഉണ്ടായിട്ട് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഡോ എല്ലാം ഉണ്ടാക്കാൻ നല്ല ഈസി ആയിട്ടുണ്ടാവും. ചപ്പാത്തി മാത്രമല്ല വേറെ എന്ത് നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്നെങ്കിൽ it will be very useful. And cost വരുന്നത് 25 dirhams, really worth the price. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഐറ്റം. അപ്പോൾ സൈഡ് വെക്കാം. വേറൊരു സാധനം പറയുന്ന ഇങ്ങനത്തെ ഒരു ബൗള്. സോ ഇത് ഞാൻ ഇവിടെ യു എയിൽ തന്നെ കുറേ ആളെ പുറകിൽ പോകുമ്പോൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇതിന് കോസ്റ്റ് വരുന്നത് ജസ്റ്റ് 9 dirhams. ആൻഡ് നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു സാധനമാണ്. ബട്ട് ഇറ്റ്സ് നൈസ്. എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ട്. ഞാനെപ്പോഴും വൈറ്റിൽ എന്തെങ്കിലും നല്ല സാധനം കാണുമ്പോൾ വാങ്ങും. അങ്ങനെ വാങ്ങിയതാണ് ഇത്. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ സെക്കൻഡ് ഐറ്റം. നിങ്ങൾക്ക് അയക്കാൽ പോകാൻ സൗകര്യം അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ടു ദിയർ വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ഔട്ട് ദിയർ പ്രോഡക്ട്സ്. ഇറ്റ്സ് റിയലി അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടം അയക്കാൻ്റെ പ്രോഡക്ട്സ്. അതിൻ്റെ ക്വാളിറ്റി വൈസ് ഓൾസോ നല്ലൊരു പ്രോഡക്റ്റാണ് അയക്കാൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഇത്. ഓക്കെ, ഇത് എനിക്കിവിടെ ടേബിളിൽ ഇപ്പോൾ ചൂട് പാത്രം എന്തെങ്കിലും വെക്കുന്നെങ്കിൽ ചൂട് പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടാ. സോ അതുകൊണ്ട് ഞാനിത് വാങ്ങി. ആൻഡ് ഇതിന് കോസ്റ്റ് വന്നത് 9 dirhams. ഓക്കെ, 9 dirhamsന് 3 ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു അയക്കാൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ക്വാളിറ്റി വൈസ് അയക്കുക കോംപ്രമൈസ് ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. സോ ദിസ് ഈസ് ദ തേർഡ് തിങ്. ആൻഡ് വേറെ 2 സാധനം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ കണ്ടിട്ട് എനിക്ക് മേങ്ങണമെന്നുണ്ടായിരുന്നു 2 സാധനം. അപ്പോൾ അതാണ് ഇത്. ഓക്കെ, ഇത് കിച്ചണിക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള 2 പ്രോഡക്റ്റ്സ് ആണ്. ഒന്ന് കിച്ചൺ വൈപ്പ് ചെയ്യാനുള്ള ഒരു ഇത്, ആൻഡ് മറ്റൊന്ന് ഇത് ഞാൻ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെ കിച്ചണിൻ്റെ ആ സ്ലാബിൽ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് 2 നെക്സ്റ്റ് സാധനം. ദിസ് വാസ് ഫോർ 6 dirhams. ആൻഡ് ദിസ് വൺ അത്ര എത്രയോ വരുന്നത് 4 to 6 അങ്ങനെ എന്തോ 4, 5, 6 അങ്ങനെ എന്തോ. ഐ ഡോണ്ട് റിമെമ്പർ ദ ആക്ച്വൽ പ്രൈസ്, ബട്ട് അത്ര എത്രയോ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ഇതൊരു കുഞ്ഞു സാധനം. ഇത് 2 വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ തമ്മിൻ്റെത് ഓൾറെഡി തമ്മി എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ടായി. അപ്പോൾ എൻ്റെത് ഞാൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചു തരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിസ് ഈസ് എ കീ ചെയിൻ. നിങ്ങൾക്ക് കീയിലോ നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും ഇത് ഇട്ട് വെക്കാം. ഈ കീ ചെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കീ ചെയിന് ഫോൺ ഹോൾഡർ പോലെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സാധനം എടുത്ത സാധനമെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ യൂസേജ് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഒരു മിനി വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു ഫോൺ ഹോൾഡർ കം കീ ചെയിൻ ആൻഡ് ഇറ്റ് കോസ്റ്റ് ഓൺലി 3 dirhams. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇത് ഞാൻ ഇങ്ങനത്തെ സംഭവമല്ല ആക്ച്വലി തേടിക്കൊണ്ടായിരുന്നത്. ബട്ട് എനിക്ക് വേറെ ഞാൻ തേടുന്ന സംഭവം കിട്ടിയിട്ട് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കിച്ചണിൽ എൻ്റെ ഒരു കിച്ചൺ ഓർഗനൈസർ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് ഐ വാസ് ലുക്കിംഗ് ഫോർ ക്രീപ്പർ കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഞാൻ തേടിക്കൊണ്ടായിന്. അപ്പോൾ എനിക്ക് അങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒന്നും കിട്ടിയിട്ടാ. സോ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഞാൻ ഇതും ചെറിയൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ അയക്കാൻ്റെ പ്രോഡക്ട്സ്. ഇതെല്ലാം കൂടിയിട്ട് എനിക്ക് കോസ്റ്റ് ചെയ്തത് 56 dirhams ആയിട്ടുള്ളൂ. ഇത്ര സാധനം ഞാൻ എടുത്തിട്ട് അതിൽ 25 dirhams ആ ഒരു ബൗളിന് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സ് എല്ലാം എൻ്റെ പുരയിൽ ഞാൻ എങ്ങനെ അത് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്കൊരു ചെറിയ വീഡിയോ ആയിട്ട് കാണിക്കാം. ഓക്കെ, സോ കം.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ വാങ്ങിയ സാധനം. ആൻഡ് ഒരു ചെറിയ സാധനം നിങ്ങൾക്ക് കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് വാട്ടർ സ്പ്രേ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ അയൺ ചെയ്യുമ്പോൾ വാട്ടർ സ്പ്രേ ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ടേബിൾ ക്ലീൻ ചെയ്യുന്നെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ സ്പ്രേ. ആൻഡ് നിങ്ങൾക്ക് മിററും ക്ലീൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയത് മിറർ ക്ലീൻ ചെയ്യാൻ. കാരണം ഈ പോരിൽ കുറേ മിറർ ഉണ്ട്. അപ്പോൾ ഇത് നല്ല എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്താൽ മതി, നല്ല ക്ലിയർ ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ഓക്കെ, ഐ ഹോപ്പ് യു ആർ ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് ഇൻ ദ കമന്റ് ബോക്സ്. വേറെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ. സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.